ഹലോ മക്കളെ, ഈ ഓണപരീക്ഷയിൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിരത്താൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് കണ്ണുകളും കാതുകളും കൂർപ്പിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കേൾക്കുക. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് നേരം വൈകാനില്ല, നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻസ് അല്ലെ, ക്ലോറിൻ എന്ന മൂലകം, അതായത് Cl എന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ക്ലോറിൻ എഴുതുന്നത്. ഹൗ ക്യാൻ വി റെപ്രസെന്റ് 2 ക്ലോറിൻ ആറ്റം and 1 chlorine molecules using these symbols? നമുക്കറിയാം എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അല്ലെ, മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആറ്റങ്ങളെ സൂചിപ്പിക്കാനും മോളിക്യൂൾസുകളെ സൂചിപ്പിക്കാനും മക്കൾ പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും വരുന്ന 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ അല്ലെ, ആറ്റങ്ങളുടെ എണ്ണം, അതായത് ഒരു മോളിക്യൂൾസ് തരും അല്ലെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മോളിക്യൂൾസുകൾ തരും. ഈ മോളിക്യൂൾസിന്റെ അകത്ത് നിന്ന് ടോട്ടൽ ആറ്റങ്ങൾ അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം അഥവാ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ നിങ്ങളോട് ആവശ്യപ്പെടും അല്ലെ. കൃത്യമായിട്ട് മക്കൾ പഠിച്ചേക്കണം. ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്ര തന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നിന്ന് എങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണം കാണാന്നുള്ളത്. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് 4 മാർക്ക് വാങ്ങാൻ പറ്റും. മക്കളെ, ഏറ്റവും എളുപ്പമുള്ള ഈ ഒരു കാര്യത്തിൽ നിന്ന് വെറുതെ ഒരു 4 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ 3 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലെ. അതിന്റെ തുടക്കത്തിൽ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിന്റെ ചരിത്രം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാഡ്സ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചത് ഡൊബെറൈനർ ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂലാൻഡ്സ് എന്താണ് കണ്ടുപിടിച്ചത് അല്ലെ? നമുക്കറിയാം ലോ ഓഫ് ഒക്ടേവ്സ്. ഉറപ്പിച്ചോ, ഇതിൽ ആരെങ്കിലും ഒരാള് നിങ്ങളോട് ചോദിക്കും, ഒരാള് കേട്ടോ. ഒന്നുകിൽ ഡൊബെറൈനർ ആവാം, അല്ലെങ്കിൽ ന്യൂലാൻഡ്സ് ആവാം, അല്ലെങ്കിൽ മെൻഡലിയേഫ് ആവാം, അല്ലെങ്കിൽ മോസ്ലി ആവാം. ഉറപ്പിച്ചോ, ഈ 4 ആളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ 2 സയന്റിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, ഒരു ചോദ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് Mendeleev classified the element on the basis of atomic number. Correct the statements. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്, മോഡേൺ പീരിയോഡ് ടേബിൾ. എന്നാൽ പഴയ കാലത്ത് മെൻഡലിയേഫ് ഉണ്ടാക്കിയ സമയത്ത് മാസ് നമ്പറിന്റെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു പീരിയോഡിക് ടേബിളിലെ പ്രത്യേകതകൾ ഒരു പക്ഷേ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത 1 or 2 മാർക്കിന് വേണ്ടിയിട്ടോ, 1 അല്ലെങ്കിൽ 2 മാർക്കിന് നമ്മളോട് ചോദിക്കാം അല്ലെ. മെൻഡലീഫ് ഉണ്ടാക്കിയ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത എന്താണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് ചോദിക്കാം. അതുകൊണ്ട് ആ ഭാഗം വളരെ വ്യക്തമായിട്ട്, കൃത്യമായിട്ട്, ശുദ്ധിയായിട്ട്, വെടിപ്പായിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് പഠിച്ചു നോക്കുക. അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ ആറ്റം ഓഫ് ദ സെയിം എലമെന്റ് ആർ ഡിഫറെന്റ്, ദോസ് അറ്റോമിക് ഡിഫറെന്റ് ആറ്റം ആർ ഡിഫറെന്റ്, ചെക്ക് ദ സ്റ്റേറ്റ്മെന്റ്സ്. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോളുക. അറ്റോമിക് തിയറി അഥവാ അറ്റോമിക സിദ്ധാന്തം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അറ്റോമിക സിദ്ധാന്തം. ഓക്കെ, ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി അഥവാ അറ്റോമിക് സിദ്ധാന്തം വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യം, ഈ രൂപത്തിലുള്ള ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഏതാണ്ട് 2 മുതൽ 4 മാർക്ക് വരെ നമ്മളോട് സ്കോർ ചെയ്യാൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അറ്റോമിക് തിയറി. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. റെഡിയാണല്ലോ മക്കളെ? അങ്ങനെ ഇതുവരെ ഇന്നലെ വരെ കഴിഞ്ഞ എക്സാമിനെ ഓർത്ത് പരിതപിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സാർ, ഇന്നലെ കഴിഞ്ഞ എക്സാം വളരെ ടഫായിരുന്നു സാർ, എന്ത് ചെയ്യും സാർ, അതിൽ ടെൻഷൻ അടിച്ച് പുതിയ എക്സാം അല്ലെങ്കിൽ എന്താണ് പിറ്റേ ദിവസം വരുന്ന പരീക്ഷയെ അത് കൃത്യമായിട്ട് ബാധിക്കുന്ന കുട്ടികളൊക്കെ കാണാറുണ്ട്. മക്കളെ, ഒരു കാര്യം ഓർക്കുക, പരീക്ഷ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് പരീക്ഷകളുണ്ട് അല്ലെ. ക്രിസ്മസ് പരീക്ഷയുണ്ട്, അതേപോലെ തന്നെ മിഡ് ടേം അല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് മോഡൽ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ യൂണിറ്റ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ആനുവൽ എക്സാം വരുന്നുണ്ട്. ഈ പരീക്ഷയ്ക്കൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ, ഡിസംബറോട് കൂടി മുഴുവൻ ചാപ്റ്ററുകൾ നിങ്ങളെ പഠിപ്പിക്കാൻ കേരളത്തിലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള എഡ്യൂപോർട്ടിന്റെ പുലിക്കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ എത്തുന്നുണ്ട്. അതിന്റെ പേരാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ട്രാക്കിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓഗസ്റ്റ് 26 വരെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ജോയിൻ ചെയ്യാം. മക്കളെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പം രജിസ്റ്റർ നൗ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പേ ലേറ്റർ, പൈസ പിന്നീട് മതി. ഓക്കെ, അതിന്റെ ഫീ പിന്നീട് അടച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓഗസ്റ്റ് 26 മുമ്പേ രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഫീ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇളവ് ലഭിക്കുന്നതാണ്. അതിനുശേഷം
ഒരു പക്ഷേ ഒരു 500-1000 വെച്ചിട്ട് ഇത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൃത്യമായിട്ടുള്ള പാറ്റേണോട് കൂടി കേരളത്തിലെ തന്നെ പോപ്പുലർ ഫാക്കൽറ്റീസുകൾ വളരെ രസകരമായിട്ട് അല്ലെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. കഴിഞ്ഞിട്ടില്ല മെന്റർ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള നോട്ട്സുകൾ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ട്രാക്ക് തന്നെയായിരിക്കും ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ രജിസ്റ്റർ നൗ, പേ ലേറ്റർ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് 8ാം ക്ലാസ്സിലെ എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്. ഇപ്പൊ 8ാം ക്ലാസ്സിലെ മക്കൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ വരുമോ, ഇത് വരും എന്നുള്ള എന്താണ് ഇപ്പൊ ഇത്ര ഉറപ്പ്? സാറ് കുറെ നേരമായല്ലോ പ്രസംഗിക്കുന്നത്, എന്ത് ധൈര്യത്തിലാണ് സാറ് പ്രസംഗിക്കുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 18 വർഷമാണ്. ആ 18 വർഷം എന്താണ്, നിങ്ങളുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ചേട്ടന്മാരെയും ചേച്ചിമാരെയും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെയും വിശ്വസിക്കാം. കാരണം അവരിലൂടെയാണ് ഞാൻ എന്നെ മനസ്സിലാക്കിയത്, എന്നിലൂടെ അവർ അവരെയും മനസ്സിലാക്കി. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. ഏതായാലും നിങ്ങളുടെ പ്രയത്നത്തിനുള്ള എല്ലാ ഫലങ്ങളും മുകളിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.